അങ്കമാലി മഞ്ഞപ്രയിൽ മധ്യവയസ്കനെ വെടിവെച്ച് കൊലപ്പെടുത്തി. മഞ്ഞപ്ര സ്വദേശി ജോസ് ആണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? അവന്തിക, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അങ്കമാലിയിൽ മഞ്ഞപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നത്. മഞ്ഞപ്ര കോതായി എന്ന് പറയുന്ന കോതായി തോട് അവിടെ കുളിക്കാൻ വന്നതായിരുന്നു ഈ മഞ്ഞപ്ര സ്വദേശിയായ ജോസ് എന്ന് പറയുന്നയാൾ. ഈ ജോസ് അവിടെ കുളിക്കാനെത്തിയ സമയത്താണ് പോളി എന്ന് പറയുന്നയാൾ ഇവിടെ എത്തുകയും ഈ ജോസിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. പിന്നീട് പോലീസ് അടക്കം വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഈ തോടിൻ്റെ കരയോട് ചേർന്നാണ് ഈ മൃതദേഹം കിടന്നിരുന്നത്. ഇതിനുശേഷം, ഈ കൊലപാതകത്തിന് ശേഷം ഈ പോളി എന്ന് പറയുന്നയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. പോലീസ് പറയുന്നതനുസരിച്ച് മുൻവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമായത് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് 8 വർഷം മുമ്പ് ഈ ഇപ്പോൾ പ്രതിയായി പോളി എന്ന് പറയുന്നയാളുടെ പിതാവിനെ അടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട ജോസ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അന്ന് ആ കേസിൽ ഈ പ്രതിയായ ജോസിനെ പിന്നീട് കോടതി വെറുതെ വിട്ടു. ഇതിനെതിരെ ഈ പോളിയുടെ കുടുംബം അപ്പീൽ പോവുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ തോക്കുപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ തോക്കുമായി തന്നെയാണ് പ്രതി ഈ അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ കീഴടങ്ങിയത്. ഇയാളെ ഇപ്പോൾ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഭവം നടന്നത് കാലടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. പക്ഷേ പ്രതി കീഴടങ്ങിയത് അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലുമാണ്. ഇതിൻ്റെ ഒരു അതിർത്തി മേഖലയിലാണ്, 2 പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി മേഖലയിലാണ് ഈ സംഭവം കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഇൻക്വസ്റ്റ് നടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം ഒരുപക്ഷെ അടുത്ത ദിവസമായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തുവരും. പ്രാഥമികമായി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതനുസരിച്ച് മുൻവൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഏതായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ തോക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇയാൾക്ക് തോക്കിന് ലൈസൻസ് ഉള്ള തോക്കാണ് ഉപയോഗിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രതിയായ പോളി ഇയാൾ മുൻ സൈനികനാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് തോക്കിന് ലൈസൻസ് ഉണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. അവന്തിക.